ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡയബറ്റിസും സെക്ഷൽ ഡിസ്ഫങ്ഷനും എന്നതാണ് ടോപ്പിക്ക്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രമേഹം, ഡയബറ്റിസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിനെയൊക്കെ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട്. ഈ ഡയബറ്റീസ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സെക്ഷുവാലിറ്റിയെ, നമ്മുടെ സെക്ഷൽ ഫങ്ഷനെ ബാധിക്കുമോ എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ വളരെ കോമൺ ആയിട്ട് ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക്, പുരുഷന്മാർക്ക് വരുന്ന കണ്ടീഷനാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദാഹരണക്കുറവ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ മറ്റൊരു വീഡിയോയിൽ തന്നെ പല കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള റീസൺ ആണ് ഡയബറ്റീസ്. ഡയബറ്റീസ് കൂടുമ്പോൾ പലതരത്തിലുള്ള മെക്കാനിസത്തിൽ കൂടി ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരും. പക്ഷെ ഈ വരുന്ന ഡിസ്ഫങ്ഷൻ ഒരു ഗ്രാജുവൽ ആയിരിക്കും. ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറക്ഷൻ നഷ്ടപ്പെട്ടു എന്ന രീതിയിലായിരിക്കില്ല. മറിച്ച് ആദ്യം മെല്ലെ തുടങ്ങി പിന്നെ അതിൻ്റെ തീവ്രത കൂടിക്കൂടി വരുന്ന രീതിയിലുള്ള ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കും ഡയബറ്റീസിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് ഹോർമോണൽ ചേഞ്ചസ്, ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള നമ്മുടെ ഇതിൻ്റെ പുരുഷ സെക്ഷുവാലിറ്റിക്ക് വേണ്ട ഹോർമോണുകളുടെ അളവിൻ്റെ കുറവോ അതുപോലുള്ള മറ്റുള്ള ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായിരിക്കാം. പിന്നെ അതുപോലെ ന്യൂറോപ്പതി. ഇപ്പോൾ ആ ഒരു നമുക്കറിയാം, നമ്മുടെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് അവരുടെ നെർവിനെ ഇത് ബാധിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെക്ഷൽ പാത്ത് വേ, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടാത്ത രീതിയിലേക്ക് നമ്മുടെ ബോഡി ഒന്ന് മാറും. അതുപോലെ നമുക്ക് സെക്ഷൽ ഡിസയർ വരുമ്പോൾ നമുക്ക് ഇറക്ഷൻ വരാൻ കാരണമാകുന്ന ചില രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വന്നിട്ട് അത് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ എൻഡോത്തീലിയം ബന്ധപ്പെട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, അതിലെന്തെങ്കിലും കേടുപാടുകൾ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഇറക്ഷൻ വരാൻ വേണ്ടി ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ചില നൈട്രിക് ഓക്സൈഡ് പോലുള്ള കെമിക്കലുകളുണ്ട്, അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുക. അങ്ങനെ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം കൊണ്ടാണ് ഈ ഇറക്ഷൻ നഷ്ടപ്പെടുന്നത്. ഇത് വളരെ കോമൺ ആണ്. നമുക്ക് വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഓർഗാനിക് റീസൺ ആണ്. നമുക്ക് വരുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്റെ കേസുകളിൽ ഒരു വലിയൊരു ശതമാനം സൈക്കോളജിക് ആയിരിക്കും. എന്നാൽ മറ്റ് ഈ ഓർഗാനിക് കാരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലെ വൺ ഓഫ് ദ മേജർ കോസ് ഈ ഒരു ഡയബറ്റീസ് തന്നെയാണ്. ഡയബറ്റീസ് വന്ന് ഇറക്ഷൻ ലൂസ് ചെയ്ത ആളുകൾക്ക് അവർ ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു നിശ്ചിത സ്റ്റേജ് കഴിയുമ്പോൾ അവരുടെ മോർണിംഗ് ഇറക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് രക്തക്കൊഴലിൻ്റെ ഈ പെനയിൽ ആ ഒരു വെസൽസിൻ്റെ ക്വാളിറ്റി ഒരു മോശമായി എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു അസസ്മെൻറ്റിലേക്കൊക്കെ എത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ഡോക്ടേഴ്സ് അതിൻ്റെ ചെയ്യേണ്ട ടെസ്റ്റുകൾ, എസ്പെഷ്യലി യൂറോളജിസ്റ്റുകളൊക്കെയാണ് അത് വർക്കപ്പ് ചെയ്ത് എന്തൊക്കെയാണ് പിന്നെ അതിലുള്ള പ്രശ്നങ്ങളെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എത്രത്തോളം പെനയിൽ ബ്ലഡ് വെസൽസ് ഒക്കെ ഇപ്പോൾ ഉണ്ട് എന്നതൊക്കെ അസസ് ചെയ്തിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് മെഡിക്കലായിട്ടും ചിലപ്പോൾ സർജിക്കലായിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എങ്ങനെയായാലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയബറ്റിക് കൺട്രോളാണ്. നമ്മൾ ആ ഷുഗറിൻ്റെ ലെവൽ താഴോട്ട് വരാതെ ഈ ഒരു കണ്ടീഷൻ മോശമാവുകയുള്ളൂ. അത് നന്നാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള സ്ത്രീകൾക്കും ഒരുപാട് തരത്തിലുള്ള സെക്ഷൽ ഡിസോർഡേഴ്സ് ഉണ്ട് എന്നുള്ള കുറേ സ്റ്റഡീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഫീമെയിൽസിലാണെങ്കിൽ അത് അവരുടെ ഡിസയറിനെയും അതല്ലെങ്കിൽ ലൂബ്രിക്കേഷനെയും അവരുടെ ഓർഗാസ്മിക് പൊട്ടൻഷ്യലിനെയും ഒക്കെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇന്റർകോഴ്സിന്റെ സമയത്തൊക്കെ പെയിന് കൂടുതലുണ്ടാകാനുള്ള ചാൻസും ഡയബറ്റീസ് ഉള്ള ഫീമെയിൽസിന് കൂടുതലാണ്. അപ്പോൾ അതിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കാനിസംസ് ആണ്. ഇപ്പോൾ എസ്പെഷ്യലി ഡയബറ്റീസ് അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ഡിപ്രഷനോ അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി ഡിസയർ കുറയാം. അതുപോലെ പാർട്ട്ണർക്ക് ഇതുപോലെ തന്നെ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ പ്രോബ്ലം കൊണ്ട് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാകാം. അതുപോലെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അസുഖങ്ങളെ കൊണ്ട് എന്തെങ്കിലും റിലേഷൻഷിപ്സിലൊക്കെ പ്രോബ്ലങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടും അത് സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പോൾ എങ്ങനെയായാലും ഡയബറ്റീസ് ഒരു തരത്തിൽ ഫീമെയിൽസിനും മെയിൽസിനും അവരുടെ സെക്ഷുവാലിറ്റിയെ ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉള്ള ആളുകൾ, പ്രമേഹമുള്ള ആളുകൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ ട്രീറ്റ്
ചെയ്തിട്ട് അതിൻ്റെ അണ്ടർ കൺട്രോൾ ആക്കാനാണ് ഏറ്റവും ശ്രമിക്കേണ്ടത്. പല ഈ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന സെക്ഷൽ പ്രോബ്ലംസും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഡിക്കലായിട്ട് ചിലപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡയറ്റും അതുപോലെ ഈ ഇതിൻ്റെ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് പ്രമേഹത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു സ്റ്റെപ്പ്. എന്നിട്ടും അതിൻ്റെ റിസൾട്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെയോ നമുക്ക് സെക്സോളജിസ്റ്റിനെയോ യൂറോളജിസ്റ്റിനെയോ ഒക്കെ കണ്ടിട്ട് അതിന് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ടാബ്ലറ്റുകളും മറ്റുള്ള മെത്തേഡ്സുകളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു സെക്ഷൽ ഫങ്ഷൻസ് ഒരു പരിധി വരെ റീഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് നിർത്തുന്നു. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഓൾ.